കൂത്താട്ടുകുളം നഗരസഭയിലെ CPM കൗൺസിലറായ കലാരാജു UDF-നൊപ്പം കൗൺസിലിൽ പ്രതിപക്ഷത്തിനൊപ്പം കലാരാജുവും പ്രതിഷേധിച്ചു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും രാജിവെക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. കൗൺസിലർമാരെ കള്ളക്കേസിൽ കുടുക്കിയതും കലാരാജുവിനെതിരെയുള്ള അക്രമവും ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷം. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, മുന്നണി മാറ്റത്തിൽ കലാരാജു ഒരു തീരുമാനമെടുത്തിരിക്കുകയാണോ? ഇന്നിപ്പോൾ UDF-നൊപ്പം കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിക്കുകയാണോ കലാരാജു ചെയ്തത്? സിജോ ക്ലിയർ അല്ല. ഞാൻ സിജോയിലേക്ക് വരാം. അവിടെ ചില ബഹളങ്ങളാണ് കേൾക്കുന്നത്. എന്തായാലും കൂത്താട്ടുകുളം നഗരസഭയിലെ CPM കൗൺസിലറായ കലാരാജു UDF-നൊപ്പം എന്ന വാർത്തകളാണ് വരുന്നത്. കൂത്താട്ടുകുളം നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ ഭൂമിയിടത്തിൽ നൽകാനുള്ള തുക ഗവൺമെന്റ് ഓർഡർ വരുന്ന പ്രകാരം നൽകുന്നതാണ്. ഹെൽത്ത് സെന്ററിലേക്ക് ഫർണിച്ചർ വാങ്ങലെന്ന പദ്ധതി ഫർണിച്ചർ ആർട്ട്കോയിൽ നിന്ന് വാങ്ങുന്നതിന് തീരുമാനിച്ചു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, എന്താണ് കൗൺസിൽ യോഗത്തിനിടെ സംഭവിച്ചത്? ദിവ്യ, ഈ ഒരു മുന്നണി മാറ്റം എന്നുള്ള കാര്യത്തിന് അപ്പുറത്തേക്ക് ഈ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് ഒപ്പം കൂടെ നിൽക്കുകയാണ് കലാരാജു. ഇപ്പോൾ പ്രതിപക്ഷം സമരമുഖത്തെത്തുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തുമ്പോൾ അതിനൊപ്പം തന്നെ കലാരാജുവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രധാനമായും ഈ നഗരസഭാ കൗൺസിൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു അടിയന്തര പ്രമേയ ചർച്ച ഒക്കെ നോട്ടീസ് നൽകിയിരുന്നു പ്രതിപക്ഷം. പക്ഷേ 7 ദിവസത്തിന് മുമ്പ് നോട്ടീസ് നൽകി ചിട്ടവട്ടം പാലിക്കാതെ ചർച്ചയ്ക്ക് അനുമതി നൽകാനാകില്ല എന്ന് ചെയർപേഴ്സൺ നിലപാടെടുത്തതോടുകൂടി പ്രതിപക്ഷം ബഹളമുണ്ടാക്കുകയും ചെയ്തു. പ്രധാനമായും പ്രതിപക്ഷം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഈ നഗരസഭാ കൗൺസിലർമാർക്കെതിരെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ളവർ കള്ളപ്പരാതി നൽകി അത് ചർച്ച ചെയ്യണം. ഒപ്പം തന്നെ കലാരാജുവിനെതിരെ ഉണ്ടായ അക്രമം അത് അടിയന്തരമായി ചർച്ച ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഒപ്പം തന്നെ നഗരസഭാ ചെയർപേഴ്സൺ ഉപയോഗിച്ചിരുന്ന വാഹനത്തിലാണ് കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയത്. ആ കാര്യവും സഭയിൽ ചർച്ച ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ച നഗരസഭ ചെയർപേഴ്സൺ അനുമതി നിഷേധിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ ഈ ചെയർപേഴ്സന്റെ പോലീസിന് നൽകിയ പരാതിയിൽ അതിൽ പറഞ്ഞിരിക്കുന്ന മൊഴി പ്രത്യേകമായി കോട്ട് ചെയ്തുകൊണ്ട് ഈ ആരോപണം ഉയർത്തിയത്. ഈ മൊഴി എങ്ങനെ പുറത്തു വന്നു, ഈ മൊഴി എപ്രകാരമാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കിട്ടിയത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്. നിലവിൽ പോലീസിൽ നിൽക്കുന്ന പരാതിയാണ്. ഈ
ഒരു മൊഴി എങ്ങനെ ഇപ്രകാരം പുറത്തു വന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാട് പുറത്ത് പറയണം, അത് പറയേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവിനോട് ചെയർപേഴ്സൺ ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഒപ്പം തന്നെ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും രാജിവെക്കണമെന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളും പുറത്തു വന്നു. അതായത് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ കലാരാജുവിൻ്റെ നിലപാട് ഏതാണോ എപ്രകാരമാണോ എന്നതിനപ്പുറം നിലവിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു അവിശ്വാസ പ്രമേയം അട്ടിമറിക്കാനുള്ള നടപടികളിലേക്ക് LDF നീങ്ങിയത് എന്നാണ് പ്രധാനമായും UDF ആരോപണമായി ഉന്നയിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ഭരണപക്ഷ കൗൺസിലർമാർ പറയുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ ഒരു രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്കൊന്നും കടക്കേണ്ടതില്ല. അത്തരം നടപടികളൊന്നും അടിയന്തര പ്രാധാന്യമുള്ള 30 വിഷയങ്ങൾ ഈ കൗൺസിൽ ചർച്ച ചെയ്യാനുണ്ട്, അത്തരം നടപടികളിലേക്കാണ് കടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുകയും ചെയ്തു. ഇതിനിടയിലാണ് മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ പുറംലോകം അറിയുന്നു എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വന്നു. അത് മാധ്യമങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള രീതിയിൽ ചെയർപേഴ്സൺ പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷ കൗൺസിലർമാരും അക്കാര്യം എതിർക്കുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് മാധ്യമപ്രവർത്തകരുടെയും പ്രതിപക്ഷ കൗൺസിലർമാരുടെയും ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയാൻ ചെയർപേഴ്സൺ അടക്കമുള്ളവർക്ക് കഴിഞ്ഞില്ല. അല്പസമയത്തിന് ഇതിനു ശേഷമാണ് പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹം സ്ഥലത്ത് കൗൺസിൽ ഹാളിന് പുറത്ത് ഉണ്ടായിരുന്നു. അവർ അകത്ത് കയറി സുരക്ഷ ഒരുക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ മാധ്യമങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടയിൽ ഈ ബഹളത്തിനിടയിൽ മറ്റ് അജണ്ടകൾ പാസ്സാക്കാനുള്ള ഒരു നീക്കം നടക്കുകയും ചെയ്തു. അത്തരം അജണ്ടകൾ അത്തരം തീരുമാനങ്ങളെ കഴിച്ച് പാസ്സാക്കാനുള്ള നീക്കം ഇതിനിടയ്ക്ക് നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിലെല്ലാം തന്നെ ഒരു പ്രതിപക്ഷത്തിനൊപ്പമാണ് കലാരാജു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും താൻ നൽകിയിരിക്കുന്ന മൊഴി, രഹസ്യമൊഴി ഉൾപ്പെടെ താൻ നൽകിയിരിക്കുന്ന മൊഴി, അത് ചെയർപേഴ്സൺ പോലീസിൽ നൽകിയ മൊഴി, പ്രധാനമായും ഈ UDF കൗൺസിലർമാർ തന്നെ മർദ്ദിച്ചു എന്ന രീതിയിലാണ് ഈ ചെയർപേഴ്സൺ പരാതി നൽകിയത്. ആ പരാതിയിൽ മേൽ നടപടി പറഞ്ഞിരിക്കുന്ന മൊഴി അത് പുറത്തു വന്നതിനെ സംബന്ധിച്ച് നിയമപരമായി നേരിടുമെന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. ഈ നിലവിൽ ഈ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതിന് ഒരു